ഹേ ദർ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. നമ്മൾ കുറേ അധികം ന്യൂസുകളും കാര്യങ്ങളും മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ സിറ്റുവേഷനിൽ കൂടെയാണ് ഇപ്പം മാർക്കറ്റ് കടന്നു പോകുന്നത്. ഇപ്പോൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടുള്ള ഓപ്ഷൻ ട്രേഡേഴ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സെബി കുറച്ചധികം റൂൾസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മളെ മിക്കവാറും ഓപ്ഷൻ ട്രേഡിങ് സാധാരണപ്പെട്ട 10 lakhs താഴെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ഈ ഇടയ്ക്ക് നമുക്ക് ഒരു ചെറിയ റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ 30% ടാക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനെക്കുറിച്ച്. അത് മിക്കവാറും ഇംപ്ലിമെൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ആണ്. നമുക്കിപ്പോൾ അതൊരു സജഷനായിട്ട് വെച്ചതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിനെ സാധൂകരിക്കുന്ന, അതായത് ആ ഒരു നിയമം വരുന്ന ടൈപ്പിലുള്ള സംസാരങ്ങളും ന്യൂസുകളെല്ലാം പോപ്പപ്പ് ആവുന്നുണ്ട്. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം സജഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം സജഷൻസാണ്. നമുക്ക് റൂൾസ് വന്നതിന് ശേഷം നമുക്ക് റൂൾസ് ആയി എന്ന് പറയാം. ഇപ്പോൾ ഈ ഒരു കോൺസ്പിറസി പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒതൻറ്റിസിറ്റി എത്രയുണ്ടെന്ന് ആർക്കും ഒന്ന് ക്ലിയറും അല്ല. ഞാൻ ഒത്തിരി കുറേ കാര്യം വായിച്ചു. പക്ഷേ ഇത് സജഷൻസാണ്. ഇതുവരെ അത് ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഇംപ്ലിമെൻ്റ് ആയതിനു ശേഷം നമുക്ക് അത് ഇംപ്ലിമെൻ്റ് ആയി നമുക്കതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് യൂഷ്വലി നമുക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്ക് അതിന് ശേഷം അത് റൂൾസ് വരാനുള്ള ഒരു റൂമർ വന്നു കഴിഞ്ഞാൽ അത് മോസ്റ്റ്ലി ഒരു 85% മുകളിൽ ഇതെല്ലാ റൂൾസും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് തന്നെ ഇരിക്കാം. അപ്പം വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ആൾട്ടർ ചെയ്യാം. ഈവൻ നമുക്ക് ഓപ്ഷൻസിന് മാത്രമല്ലല്ലോ, ഫ്യൂച്ചേഴ്സ് ഉണ്ട്. ഫ്യൂച്ചേഴ്സ് മാത്രമല്ല, നമുക്ക് സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യാം. സ്റ്റോക്സിലൊക്കെ ധാരാളം ട്രേഡിങ് സ്ട്രാറ്റജീസും ഉണ്ട്. ഞാൻ ഈവൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റോക്കിലാണ്. ഇനി നമുക്ക് ഓപ്ഷൻസിലോട്ട് വേണ്ട, നമുക്ക് സ്റ്റോക്സിലോട്ട് പോകാം. അപ്പോൾ കാര്യം അത് ലിബറലായിട്ട് കാര്യങ്ങൾ എടുക്കുക. ഓപ്ഷൻ ട്രേഡിംഗ് ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് കരിയറൊന്നും അവസാനിപ്പിക്കേണ്ടതായിട്ടൊന്നും വരത്തില്ല. നമുക്ക് സ്വിംഗ് ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിന് മെയിനായിട്ട് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അഡിക്റ്റീവായിട്ടുള്ള ട്രേഡിംഗ് സെഗ്മെൻറ്റാണ് ഓപ്ഷൻസ്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ദിവസം നമുക്ക് 10,000 വന്നു, ഒരു 13,000, 15,000, 20,000 ഒക്കെ ഈസി ആയിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. 900 ക്വാണ്ടിറ്റീസിൽ എൻ്റർ ആവുകയാണെങ്കിൽ നമ്മുടെ MTM ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൻ്റെ അഡ്രിനാലിൻ റഷ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാം. ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിനാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത്. നമുക്ക് ക്യാഷിനല്ല. ഈവൻ ക്യാഷ് നമുക്ക് സെക്കൻഡറി ആയിരിക്കാം. മേ ബി ഈ ഒരു അഡ്രിനാലിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു കിട്ടുന്ന ഒരു ഹൈക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് ഞാനും അങ്ങനെ അഡിക്റ്റീവ് ആയിരുന്നു. ഇപ്പം ട്രേഡുകളുടെ എണ്ണം കുറച്ചെന്നേ ഉള്ളൂ. സ്കാൽപ്പറാണ് ഈവൻ. അപ്പോൾ സ്കാൽപ്പർ ആയതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ ട്രേഡ് ചെയ്യും. എന്ന് പറഞ്ഞാലും ഒരു അഡിക്റ്റീവായിട്ടുള്ള ട്രേഡിങ്ങിൻ്റെ ആ ഒരു അഡ്രിനാലിൻ റഷിന് വേണ്ടിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ ട്രേഡേഴ്സും ബൈയിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു MTMലുള്ള ഷിഫ്റ്റിംഗ് ഇല്ലേ, നമ്മുടെ കൺമുന്നിൽ ക്യാഷ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും ആൾക്കാർക്ക് കുറച്ചധികം ടെംപ്റ്റേഷൻ ഉണ്ടാവും. നമ്മൾ ഈ ലൈവ് ട്രേഡുകളിലാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലൈവ് ട്രേഡുകളിലാണ് കൂടുതൽ വ്യൂ മാക്സിമം യൂട്യൂബേഴ്സിന് കിട്ടാവുക. അപ്പോൾ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ ഇന്ന് 10 രൂപ കൊണ്ടുവന്ന് 1000 രൂപ ഉണ്ടാക്കാം, 1000 രൂപ കൊണ്ടുവന്ന് കോടികളുണ്ടാക്കാം എന്നുള്ള എക്സ്പെക്റ്റേഷനിലാണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ചെറിയ എമൗണ്ടിൽ വാങ്ങിച്ച് വലിയ എമൗണ്ടിലോട്ട് ഹോൾഡ് ചെയ്യുക. അത് മേ ബി നടക്കാം, 1-2 ദിവസങ്ങളിൽ നടക്കാം. ബാക്കി 98 ദിവസവും ലോസിൽ തന്നെ എൻഡ് ചെയ്യും. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മിത്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സെബി റൂൾ കൊണ്ടുവന്നിരിക്കുകയാണ്. മിക്കവാറും വരും. അതിൻ്റെ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല, എന്നാലും ഒരു 90% വരാനായിട്ടുള്ള ചാൻസ് ഹൈ ആണ്. എനിവേ, നമുക്ക് എന്തൊക്കെയാണ് അവരുടെ റെഗുലേഷൻസിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കാം. അതായത് ടാക്സ് മാർജിൻ 30% ഇൻക്രീസിങ് സ്ലാബ് മാറ്റുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് ഇൻകം, അതായത് നമുക്ക് ലോട്ടറിയൊക്കെ അടിക്കുന്ന ഇൻകത്തിലോട്ട് മാർക്കറ്റിനെ ഷിഫ്റ്റ് ചെയ്യും. അതായത് മാർക്കറ്റിനെ ഷിഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ പ്രോഫിറ്റിനെ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് 30% സ്ലാബിലായിരിക്കും. ഈവൻ നമുക്കിപ്പോൾ ടാക്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5%ലാണ് ടാക്സ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് 30%ലോട്ട് ടാക്സ് മാറ്റി കൊടുക്കേണ്ടി വരും. 1 ലക്ഷം രൂപ ഉണ്ടാക്കുന്ന ചെറിയൊരു ട്രേഡേഴ്സിന് 30,000 rupees, അതായത്
ഏകദേശം 30% രൂപ. അതായത് ബാക്കി നമുക്ക് അതിനുള്ള എക്സ്പെൻസ് ഒന്നും നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. അതും പ്രത്യേകം നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഈവൻ നമ്മൾക്ക് ഒരു 30% നമ്മൾ കൊടുത്തതിന് ശേഷം 70 നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനകത്ത് നിന്നായിരിക്കും വീണ്ടും അധികമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരിക. നമ്മുടെ എക്സ്പെൻസ് ആയിട്ടുള്ള ലാപ്ടോപ്പ് വാങ്ങിക്കുന്നതായിരുന്നാലും ശരി, കറണ്ട് ബില്ല്, സ്റ്റാഫിൻ്റെ സാലറി, ഓഫ് കോഴ്സ് റൂം റെൻറ്റ്, അങ്ങനെയൊക്കെ വരുന്ന എക്സ്പെൻസ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ള ക്യാഷ് കൂടെ നമ്മൾക്ക് ഇതിനകത്ത് തന്നെ പോകും. അപ്പോൾ ഏകദേശം 50% മീൻസ് വെച്ചോളൂ. എക്സ്പെൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. ട്രേഡിങ്ങിൻ്റെ കോസ്റ്റ് പോകെ എക്സ്പെൻസുകളുണ്ടാവും, TDS ഉണ്ടാവും, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് ട്രേഡേഴ്സിനെ ഞെരിക്കാനായിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. മാർജിൻ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ലിവറേജ് വേണ്ടി വരുമല്ലോ. നമുക്ക് ഇപ്പോഴേ നമ്മൾ ഫുൾ എമൗണ്ട് പേ ചെയ്തിട്ടാണ് നമ്മൾ ലോട്ടുകൾ വാങ്ങുക. ഫുൾ എമൗണ്ട് മീൻസ് ലോട്ടിൽ ഇപ്പം 25 എന്നുള്ള ഭാഗം നമ്മളിപ്പോൾ ഇനിയിപ്പം 50 ആക്കാം, 100 ആക്കാം. അപ്പോഴേക്കും അത്രയും എമൗണ്ട് നമുക്ക് അവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത്രയും എമൗണ്ട് മാറുമ്പോഴേക്കും നമ്മൾ നല്ലോണം എമൗണ്ട് കീപ്പ് ചെയ്താൽ മാത്രമേ ഓപ്ഷനിലോട്ട് വരാൻ പറ്റുള്ളൂ. അത് അടുത്ത റൂളാണ്. അപ്പോൾ മാർക്കറ്റിൽ ലിവറേജ് കൂട്ടുമ്പോഴേക്കും ചെറിയ റീറ്റെയിൽ ട്രേഡേഴ്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് അവോയ്ഡ് ചെയ്ത് പോകുന്നുള്ള കാര്യമാണ് അവരുദ്ദേശിക്കുന്നത്. അടുത്ത ഒരു റൂൾ കൊണ്ടുവരാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമുക്ക് 1700ഓളം സ്റ്റോക്കിൽ നമുക്ക് പ്ലഡ്ജ് ചെയ്തുകൊണ്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെയധികം ഇതിനെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലേഴ്സാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് എന്ന് വെച്ചാൽ അവർ പ്ലഡ്ജ് ചെയ്ത് അവർ മൊത്തം ഫണ്ടും ഇതിനെ അക്കൗണ്ടിലോട്ടോട്ട് കീപ്പ് ചെയ്ത് അവരങ്ങനെയല്ല ട്രേഡ് ചെയ്യുക. അവരുടെ കൊളാട്രൽ ഡാമേജ് ആയിട്ട് അവർ കീപ്പ് ചെയ്തിരിക്കുന്ന ഫണ്ട് വച്ചിട്ട് അവരതിന് വെച്ചിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് ഷെയറുകൾ നമുക്ക് സെല്ല് ചെയ്ത്, ഷെയറിൻ്റെ ഓപ്ഷൻസ് ആയിരുന്നാലും ശരി, ഓപ്ഷൻസ് വേറെ നമ്മുടെ ഇൻഡെക്സിൻ്റെ ഓപ്ഷൻസ് ആയിരുന്നാലും ശരി, നമുക്കത് സെല്ല് ചെയ്ത് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത് പ്ലഡ്ജ് ചെയ്തിട്ടാണ്. മോസ്റ്റ്ലി വലിയ HNI ഫണ്ട്സ് ആയിരുന്നാലും ശരി, നമ്മുടെ റീറ്റെയിലേഴ്സിൽ കുറച്ചധികം മുമ്പിൽ നിൽക്കുന്ന ഓപ്ഷൻ സെല്ലേഴ്സും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കൊളാട്രലായിട്ട് കൊടുക്കുന്ന സ്റ്റോക്സ് പ്ലഡ്ജ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ ബയേഴ്സിനും പ്രശ്നമായി, ഓപ്ഷൻ സെല്ലേഴ്സിനും പ്രശ്നമായി. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിലും മാർക്കറ്റ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ ഇല്ലാതെ പോവേണ്ടി വരും. ഒരു അനിശ്ചിതാവസ്ഥ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ബഡ്ജറ്റിന് ശേഷം നമുക്ക് ഈ കാര്യങ്ങളിലുള്ള ക്ലാരിറ്റി നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി അധികം പ്രശ്നങ്ങളിലോട്ട് മാർക്കറ്റ് കോംപ്ലിക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ക്രിപ്റ്റോ കറൻസിക്കും നമുക്ക് ഏകദേശം 30% സ്ലാബിലാണ് ഇപ്പോഴും ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യും പോലെ ആയിപ്പോയും നമ്മുടെ ഓപ്ഷൻ ട്രേഡിങ്ങും. അപ്പോൾ നമുക്ക് സ്വിംഗ് ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, സ്റ്റോക്കിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലും കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, കോൺസെൻട്രേഷൻ നമുക്ക് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ ഒരു മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഏകദേശം 15-14% നമുക്ക് ലോങ് ടൈമിൽ നമുക്ക് റിട്ടേൺസ് തരും. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ട്സിലായിരുന്നാലും. അതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ പോലെ തന്നെ SIP കൂടെ സ്റ്റാർട്ട് ചെയ്യുക. SIP മോഡൽ തന്നെയാണ് ഈ മ്യൂച്വൽ ഫണ്ട്സും നമുക്ക് നമ്മുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ സ്റ്റോക്ക് ഒരു 10 സ്റ്റോക്ക് എടുക്കുക. 10 സ്റ്റോക്കിൽ മാത്രം മതിയാവും ലോങ് ടൈമിന് വേണ്ടിയിട്ട്. നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള 10 സ്റ്റോക്ക്, അതിൽ രണ്ടോ മൂന്നോ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ബ്ലൂ ചിപ്പ് എന്ന് വെച്ചാൽ വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഹെവി ആയിട്ടുള്ള ക്യാപിറ്റലൈസേഷനുള്ള 2-3 സ്റ്റോക്ക്. അതായത് എന്തെങ്കിലും ക്രാഷ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ ഒരു സ്റ്റോക്കിന് വളരെയധികം ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ പോർട്ട്ഫോളിയോ കീപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള സ്റ്റോക്കെല്ലാം ഡൗൺ സൈഡ് പോകുമ്പോഴേക്കും ഈ സ്റ്റോക്കുകൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ വെൽത്തിൽ വലിയൊരു റിഡക്ഷൻ വരത്തില്ല. അതുപോലെ തന്നെ ഈ മിക്സഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഒരു മിഡ് ക്യാപ്പിലോട്ടുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്യുക, സ്മോൾ ക്യാപ്പും ഈവൻ വേണം. എന്ന് വെച്ചാൽ നമുക്ക് മൾട്ടി ബാഗർ ആവാൻ ചാൻസ് ഉള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാം. ഈ റൂൾസ് എല്ലാം കുറച്ച് ഡിഫിക്കൽട്ടിയാണ് ട്രേഡ് ചെയ്യാനായിട്ട്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ലോണം കഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്ട്രാറ്റജീസ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ആസ് എ ട്രേഡർ നമുക്ക് നോക്കാം, ആസ് എ കരിയറിൽ എങ്ങനെ ഇത് നമുക്ക് ബാധിക്കും എന്നുള്ള കാര്യം വരുന്ന ദിവസങ്ങളിൽ അറിയാൻ പറ്റും. ഒത്തിരി ആൾക്കാർ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം.
അപ്പോൾ ദാറ്റ്സ് ഗൈസ്, സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.